ഡ്രാഗൺ ഫയർ എന്ന് പറയുന്ന ഒരു പുതിയ ഫ്രീ ആഡോണിനെ കുറിച്ച് പറയാനാണ്. ഫ്രീ വെർഷനായിട്ട് മാർക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പം എല്ലാവരും ചെക്ക് ചെയ്യുക. നമുക്ക് തുടങ്ങിയത് ഇതിപ്പം ഇവിടുത്തെ ഒരു വെറൈറ്റി ഡ്രാഗണിൻ്റെയാണ്. അതിൻ്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഒരു ആടിൻ്റെ സൗണ്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഹേബയിലൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ എഗ്ഗ് വരുന്നത്. ഓക്കെ, വെയിറ്റ് കൊടുക്കുമ്പം ഇതേപോലെ ആദ്യം ഒന്ന് ടേമാവും, എന്നിട്ട് അത് വലുതാവാൻ തുടങ്ങും. ഇത് ഇപ്പോൾ ഒരു അഡൽട്ട് സൈസിലെത്തിയിട്ടുണ്ട്. ഇതുപോലെ 8 വെറൈറ്റി ഓഫ് ഡ്രാഗൺസ് ഉണ്ട്. അപ്പം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ എബിലിറ്റി അനുസരിച്ച് പല ടൈപ്പ് നെസ്റ്റാണ് വരുന്നത്. ഡ്രാഗൻ്റെ മുട്ടകളൊക്കെ വിൽക്കാനും പിന്നെ ബാക്കി നമുക്ക് ആവശ്യമുള്ള ലീഡ്, മറ്റേ റൈഡ് ചെയ്യാനുള്ള സാധനങ്ങൾ, അതൊക്കെ വിൽക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണ്. ഇതാണ് അടുത്ത ഒരു ട്രേഡർ വരുന്നത്. നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഹെൽത്ത് കൂടുന്നുണ്ട്. 4, 5, 6, 7. ഓക്കെ, അപ്പം മാക്സ് ലെവൽ 10 ആണ്. അടുത്ത അതിൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടുകയാണ്. ഓക്കെ, സ്പീഡ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്, മാക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ അടുത്ത വെറൈറ്റിയാണ്. നമുക്ക് അടുത്ത വെറൈറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ മുട്ട വരുന്നത്. ഓക്കെ, അത് വിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് സാൽമനാണ് എൻ്റെ ഫുഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അത് വളർന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും. കുറച്ചുകൂടി ആദ്യം നമുക്ക് കണ്ടതിനെ കാട്ടി കുറച്ചുകൂടി ഭയാനകമായിട്ടുള്ളൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഡ്രാഗൺസ് എല്ലാം. ഇങ്ങനെ പറന്നു പോയപ്പോഴത്തേക്കാണ് ആ റൈറ്റ് സൈഡിൽ ഒരു വെറൈറ്റി നമ്മൾ ഇതുവരെയ്ക്കും മൈൻക്രാഫ്റ്റിൽ കാണാത്ത കണക്കുള്ള ഒരു മരം കണ്ടത്, ഒരു കസ്റ്റം മെയ്ഡ് ട്രീ. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ നോക്കി. ഇതിൻ്റെ അഡൽട്സ് നോക്കുകയാണെങ്കിലും കുറച്ചുകൂടി ഒരു ഏൻഷ്യൻറ്റ് ടൈപ്പ് ബേഡ്സിനെ കണക്കൊക്കെ ഇരിക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ഡ്രാഗൺ എന്നൊക്കെ പറയത്തക്ക രീതിക്ക് അതിൻ്റെ കളർഫുൾ ഒരു റെഡ് ആൻഡ് ഓറഞ്ച് കോമ്പോ. അടുത്തത് ഇതുപോലെ ഒരു ഡെസർട്ട് ടെമ്പിൾ കണക്കത്തെ ഒരു സ്ട്രക്ചറാണ്. ഇത് ഇടയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് കയറപ്പുള്ള ഒരു മമ്മീസിൻ്റെയൊക്കെ പുറത്ത് കണ്ട അതേപോലെ തുണി വിറ്റ് കണക്കത്തെ ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത്. ഇതിന് നമുക്ക് മാഗ്മ ബ്ലോക്കാണ് ഇതിന് കൊടുക്കേണ്ടത്. കണക്ക് നമുക്ക് ഷിയർ വെച്ചിട്ട് അതിൻ്റെ ലൂസ് സ്കെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോ ഡ്രാഗൺസിനും നമുക്ക് ഇതേപോലെ സ്കെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലുള്ള ആർമറൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോ ആർമറിൽ ഞാൻ നേരത്തെ പറഞ്ഞെടുക്കാൻ ഓരോ ആർമറിനും അതിൻ്റേതായിട്ടുള്ള എബിലിറ്റീസ്, അതുപോലെ തന്നെ പല ടൈപ്പ് വെപ്പൺസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള പല ലെജൻഡറി സോർട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓരോ സോർട്സിനും പല എഫക്ട്സും ഉണ്ട്.